അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 55 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 56-ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഇവിടെ നോക്കൂ, ഹാദാ സാധാരണ മദ്ദായ മദ് അസ്ലി ആണ് വന്നിട്ടുള്ളത്. രണ്ടനക്കം മാത്രം നീട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, ഹാദാ നുസുലുഹും. ഇവിടെ മീമിന് സുക്കൂന് വരുമ്പോൾ ഹും എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം കേട്ടോ. ഓക്കെ, യൗമദ്ദീൻ. യൗമ ഇവിടെ വാവിന് സുക്കൂന് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ. കാരണം വാവ് കൽക്കലയുടെ ലെറ്റർ അല്ല. ഓക്കെ, കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമേ നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുത്ത് ഓതുള്ളൂ കേട്ടോ. യൗമദ്ദീൻ. ദാലിന് ശ്രദ്ധയുണ്ട്, എന്ത് ചെയ്യാം, ഒന്ന് കനപ്പിച്ചോതി കൊടുക്കാം. ദീൻ ഇവിടെ നീട്ടി ഓതാട്ടോ. മദ് ആരിൽ രണ്ടനക്കം മുതൽ 6 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാവുന്നതാണ്. ഓക്കെ, 57-ാമത്തെ ആയത്ത്. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നഹ്നു ഹന് സുക്കൂനുണ്ട്, അവിടെ ഹാഫ് സുക്കൂന് കൊടുക്കണം കേട്ടോ. നഹ്നു എന്ന് ഓതരുത്. നഹ്നു. നഹ്നു ഖലഖനാകും. ഖലഖ് ഖ തൊണ്ടയുടെ അക്ഷരാണ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരാണ് ഖ. ഓക്കെ, ആ ഒരു തരിപ്പോട് കൂടി തന്നെ നമ്മൾ ഉച്ചരിക്കണം. ഓക്കെ, ഖലഖ്. ഖലഖ് ഖാഫിന് സുക്കൂന് വന്നു. എന്താണ് ഇവിടെ പ്രത്യേകത? ഖാഫ് കൽക്കലയുടെ ലെറ്റർ ആണ്. കൽക്കലയുടെ ലെറ്റേഴ്സിന് ഫുള്ള് സുക്കൂന് കൊടുത്ത് ഓതണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം. ഖലഖ്. ഖലഖനാകും. നൂനിന്റെ ഇവിടെ വരെ അലിഫ് മദ് ഉണ്ട്. മദ് അസ്ലി രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇവിടെ പറഞ്ഞതാണ്, മീമിന് സുക്കൂന് വന്നാൽ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഓതണം. ഖലഖനാകും ഫലൗലാ. കും എന്നവിടെ വ്യക്തമായിട്ട് ഓതിയിട്ട് വേണം അടുത്ത ബാക്കിയിലേക്ക് കടക്കാനായിട്ട്. വ്യക്തമായിട്ട് അവിടെ ഓതി കൊടുക്കുക കേട്ടോ. ഫലൗലാ. ഫലൗലാ ലാന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. അലിഫ് മദ്. ഫലൗലാ തുസദ്ദിഖൂൻ. തുസദ്ദിഖൂൻ. സാദ്. സാദ് എന്നുള്ള ലെറ്റർ ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. തുസദ്ദിഖൂൻ. തുസ സീനിന്റെ ശബ്ദം വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. തുസദ്ദിഖൂൻ. ദാലിന് ശ്രദ്ധയുണ്ട്, ദാലിനെ ഒന്ന് കനപ്പിച്ചൊടുക്കുക. ദി. തുസദ്ദിഖൂൻ നീട്ടി ഓതുക കേട്ടോ. 58-ാമത്തെ ആയത്ത്. അഫറഅയ്തും മാ തുംനൂൻ. അഫറ റഇന് ഫത്ഹ വന്നാൽ റ മലയാളത്തിൽ റ എന്ന് പറയുന്നത് പോലെ ഉച്ചരിക്കരുത് കേട്ടോ. മലയാളത്തിൽ നമ്മൾ റ എന്ന് പറയൂ അല്ലേ? അതുപോലെ ഉച്ചരിക്കരുത്. അറബിയിൽ എങ്ങനെയാണ്? റ റ. ഓക്കെ, അഫറ. അഫറഅയ്തും മാ. ഇവിടെ നോക്കൂ, മീമിന് ശേഷം മീമ് വന്നു. നമ്മൾ മുമ്പൊക്കെ പഠിച്ചിരുന്നു, മീമിന് ശേഷം മീമ് തന്നെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. ഓക്കെ, അഫറഅയ്തും മാ മണിച്ചു കൂട്ടി ചേർക്കണം. ഓക്കെ, ഇവിടെ പിന്നെന്താ, ഒരു മീമിന്റെ കൂടെ അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക വേണം. അഫറഅയ്തും മാ. ഓക്കെ, തുംനൂൻ. തുംനൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. 59-ാമത്തെ ആയത്ത്. أأنتم
തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ അഅൻതും ഇവിടെ നോക്കൂ, രണ്ട് സ്ഥലത്തും ഇവിടെ ഹംസയാണ് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ. അഅൻതും അൻതും എന്ന് പറഞ്ഞ് നമ്മൾ ഓതില്ല. കാരണം എന്താ, നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതുമാണ്. നൂനിന്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നൂനിനെ മറച്ച് മണിച്ചോതും. ഇതിന് നമ്മളൊരു പേരും പഠിച്ചു. എന്തായിരുന്നു? ഇഖ്ഫ. ഇഖ്ഫ. ഇവിടെ നൂനിന്റെ മുകളിൽ സുക്കൂന് നമ്മൾ കാണാതിരിക്കുകയും അവിടെ കാണാതിരുന്നാൽ നമ്മൾ എങ്ങനെ ഓതും? അവിടെ വ്യക്തമാക്കിയിട്ട് അൻതും എന്ന് ഓതില്ല അല്ലേ. അഅൻതും നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിന്റെയും പല്ലിന്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഓതാൻ. ഇതിന് നമ്മൾ എന്താ പറയാ? ഇഖ്ഫ. മറച്ച് മണിച്ചോതുക. ഇഖ്ഫ ചെയ്യണം കേട്ടോ അവിടെ. ഓക്കെ. അപ്പം മറച്ച് മണിച്ചോതുന്നതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത് അല്ലേ. ശ്രദ്ധിക്കുക കേട്ടോ. തും മീമിനെ വ്യക്തമാക്കി തും എന്ന് ഓതി കൊടുക്കുക കേട്ടോ. തഖ്ലുഖൂനഹു. ഖന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. തഖ് അത്രയും മതി കേട്ടോ. തഖ്ലുഖു. ഓഫിന്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക നീട്ടി കൊടുക്കണേ. തഖ്ലുഖൂനഹു. ഹന് ശേഷം ഈ ഒരു രൂപത്തില് ഈ ഒരു ചിഹ്നം വന്നാൽ വാവിന്റെ മുകളിൽ വാവും സോയറുൻ, കുഞ്ഞു വാവു, അതിന്റെ മുകളിൽ ഒരു മദ്ദു അല്ലേ. ഇതിന് ഇങ്ങനെ വന്നാൽ നമ്മൾ അവിടെ 5 അക്ഷരങ്ങളുടെ അളവിൽ നമ്മൾ നീട്ടി ഓതി കൊടുക്കണം. 5 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. തഖ്ലുഖൂനഹു. തഖ്ലുഖൂനഹു അം നഹ്നു. അം നഹ്നു. ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. നഹ്നു എന്ന് ഓതരുത്. പലരും ഓതുമ്പോൾ നഹ്നു എന്നായി പോവും. ശ്രദ്ധിക്കണം കേട്ടോ. നഹ്നു. നഹ്നുൽ ഖാലിഖൂൻ. നഹ്നുൽ ഖാലിഖൂൻ. ഹംസത്തുൽ വസ്ലിന്റെ ശബ്ദം നടുക്ക്, ആയത്തിന്റെ നടുക്ക് വരുമ്പോൾ ശബ്ദം ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. നഹ്നുൽ ഖാലിഖൂൻ. ഓക്കെ. 60-ാമത്തായ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഓക്കെ. തജ്വീദ് ഒന്ന് നോക്കാം. നഹ്നു ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് ഹഫ് സുക്കൂന്റെ കാര്യമാണ്. നഹ്നു ഖദ്ദർനാ. ഓഫാണ്. ഖദ്ദർന. ദാലിന് ശബ്ദമുണ്ട്, ദാലിനെ ഒന്ന് കനപ്പിച്ചൊടുക്കുക. ഖദ്ദർന. നൂനിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ബൈനകുമുൽ മൗത. ബൈനകുമുൽ മൗത വമാ. ഇവിടെ വാവിനെ നമ്മൾ പറഞ്ഞു. ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് വാവിന്റെ കാര്യമാണ് അല്ലേ. വാവിനെ നമ്മളിങ്ങനെ വട്ടത്തിലാക്കിയിട്ട് വേണം പറയാനായിട്ട്. വട്ടത്തിൽ സർക്കിളാക്കുക. ഓക്കെ. വമ. മീമിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി കൊടുക്കുക. വമ നഹ്നു. നഹ്നു ഇവിടെയും നഹ്നു ഹഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് നഹ്നു ബിമസ്ബൂഖീൻ. ബിമസ് ഇവിടെ സീനിന് സുക്കൂന് വന്നിട്ടുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. ബിമസ് ബൂ ഇവിടെയും വാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. മസ്ബൂ. മസ്ബൂഖീൻ. ഐ ഓഫാണേ, ശ്രദ്ധിക്കണം, കീനായി പോവരുത് കേട്ടോ. നീട്ടി ഓതുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.